കോട്ടയം നഗരസഭയിൽ 211 കോടിയുടെ ക്രമക്കേട്. പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഫിനാൻസ് സംഘം പരിശോധന ആരംഭിച്ചു. 2020 മുതൽ 2025 വരെയുള്ള ഫയലുകൾ പരിശോധിക്കുന്നു. 12 പേരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട്, 211 കോടിയുടെ ക്രമക്കേട് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഏതു രീതിയിലുള്ള പരിശോധനയാണ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഫിനാൻസ് സംഘം നടത്തുന്നത്? രേഖകളിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസിൽ ചെക്കുകൾ മുഖേന എത്തിയിരിക്കുന്ന പണം അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇന്റേണൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത്. ഈ ഇത് വലിയ രീതിയിൽ വിവാദമാവുകയും ഭരണകക്ഷിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇടതുപക്ഷവും അതുപോലെ തന്നെ BJPയും എല്ലാം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആകാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ആശയക്കുഴപ്പത്തിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് ഭരണകക്ഷിയായിട്ടുള്ള UDF ഇതിനെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഫിനാൻസ് സംഘം എത്തിയിരിക്കുകയാണ്. ഒരു 12 പേരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്ക് എത്തുന്നത്. പ്രധാനമായും ഇപ്പൊ ഈ ആദ്യഘട്ട പരിശോധന എന്ന വണ്ണം 2020 മുതൽ 2025 വരെയുള്ള ഫയലുകളാണ് പരിശോധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 അക്കൗണ്ടുകളിൽ നിന്നായി 8 ബാങ്ക് അക്കൗണ്ടുകളിലായി എത്തേണ്ട പണം, ചെക്ക് മുഖേന എത്തേണ്ട പണം എത്തിയിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ചെക്കുകൾ എങ്ങനെയാണ് വിനിയോഗിക്കപ്പെട്ടത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. നേരത്തെ നഗരസഭാ സെക്രട്ടറി നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ ഈ രേഖകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റാഫുകളുടെ എണ്ണം കുറവാണ്. ഭീമമായിട്ടുള്ള രേഖകളുണ്ട്, വലിയ രേഖകളുണ്ട്, വലിയ എണ്ണങ്ങൾ പരിശോധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരസഭയിലെ സ്റ്റാഫുകളുടെ എണ്ണം, ഈ ഫിനാൻസ് വിഭാഗത്തിലെ സ്റ്റാഫുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇക്കാര്യത്തിൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേക നഗരസഭാ യോഗവും ചേർന്നിരുന്നു. ഈ യോഗത്തിലും സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് സെക്രട്ടറി മുന്നോട്ട് വെച്ചത്. ഇന്റേണൽ വിജിലൻസിന്റെ റിപ്പോർട്ട് എന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ 211 കോടി രൂപ കാണാനില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ നടത്തിയത്. ഇപ്പോൾ അതിൽ പരിശോധന നടത്തുകയാണ്, രേഖകൾ പരിശോധിച്ച് വ്യക്തത വരുത്തുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ശരി മിഥുൻ, കോട്ടയം നഗരസഭയിൽ 211 കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഫിനാൻസ് സംഘം പരിശോധന ആരംഭിച്ചു. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.